ഗൈസ്, കൊമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ജേണൽ എൻട്രി എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ബിസിനസ്സിൽ ഏതൊരു ട്രാൻസാക്ഷൻ നടന്നാലും അത് ആദ്യം റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ജേണൽ. ഓക്കെ, ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ട്രാൻസാക്ഷന് മലയാളത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ എന്നാണ് പറയുന്നത്. അതായത് എന്തെങ്കിലും വാങ്ങിച്ചാൽ അത്രയും മൂല്യമുള്ളത് തിരിച്ചു കൊടുക്കണം. നമ്മൾ കടയിൽ പോയൊരു പേന വാങ്ങിച്ചാൽ പേനയ്ക്ക് തിരിച്ച് കാശ് കൊടുക്കണം കടക്കാരന്. 10 രൂപ കൊടുത്താൽ 10 രൂപയുടെ പേന കിട്ടും. ഓക്കെ, അതായത് ഒരു ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ അതിലൊരു ഗീവ് ആസ്പെക്റ്റുമുണ്ട്, ഒരു ടേക്ക് ആസ്പെക്റ്റുമുണ്ട്. ഇതിൽ ടേക്ക് ആസ്പെക്റ്റിനെ, അതായത് നമുക്ക് കിട്ടുന്നതിനെ ഡെബിറ്റ് ചെയ്യണം. ഗീവ് ആസ്പെക്റ്റിനെ അഥവാ കൊടുക്കുന്നതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് ബേസിക് ആയിട്ടുള്ള ജേണലിൻ്റെ റൂള്. ഇത് വെച്ച് നമുക്ക് ജേണലിൻ്റെ എഴുതി പഠിക്കാം. എന്നിട്ട് മെയിൻ അക്കൗണ്ടിങ് റൂളിലോട്ട് പോകാം. ഓക്കെ, ജസ്റ്റ് മനസ്സിൽ വെക്കുക, ടേക്ക് ആസ്പെക്റ്റിനെ, അതായത് നമുക്ക് കിട്ടുന്നതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുന്നത് ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ്, പെയ്ഡ് ഇലക്ട്രിസിറ്റി ബിൽ. ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ പേ ചെയ്തു. അപ്പം നമുക്ക് എന്താ കിട്ടിയേ? നമുക്ക് കറണ്ട് കിട്ടി, ഇലക്ട്രിസിറ്റി കിട്ടി. നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടി, നമ്മൾ തിരിച്ച് കാശ് കൊടുത്തു. അപ്പം ടേക്ക് ആസ്പെക്റ്റ് എന്താണ്? ഇലക്ട്രിസിറ്റി സർവീസ്, അവരുടെ ആ ഒരു സർവീസാണ് നമുക്ക് കിട്ടിയത്. എന്താണ് നമ്മൾ കൊടുത്തത്? കാശാണ്. നമ്മൾ ബില്ല് പേ ചെയ്തു. ഓക്കെ, അപ്പം നമ്മുടെ എൻട്രി എങ്ങനെ വരും? ഡെബിറ്റ് എന്താണ്? ടേക്ക് ആസ്പെക്റ്റിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഇലക്ട്രിസിറ്റീനെ ഡെബിറ്റ് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് പോയത് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, മറ്റൊരു എക്സാമ്പിളാണ് റിസീവ്ഡ് റെൻറ്റ് ഇൻ ക്യാഷ്. നമുക്ക് പണമായിട്ട് റെൻറ്റ് കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് കൊടുത്തത്? നമുക്ക് കിട്ടിയത് ടേക്ക് ആസ്പെക്റ്റ് എന്താണ്? ക്യാഷ്. അപ്പോൾ ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഗീവ് ആസ്പെക്റ്റ് എന്താണ്? റൈറ്റ് ടു യൂസ് അവർ ബിൽഡിംഗ്. നമ്മുടെ കെട്ടിടം ഉപയോഗിക്കാനുള്ള ഒരു അവകാശം അവർക്ക് കൊടുത്തു. അപ്പോൾ അവർക്ക് കൊടുത്തത് എന്താണ്? ആ ഒരു അവകാശമാണ്. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയ ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ആ റെൻറ്റിനെ ക്രെഡിറ്റും ചെയ്യും. ഓക്കെ, അടുത്തതാണ് പർച്ചേസ് മെഷീനറി ഇൻ ക്യാഷ്. നമുക്ക് എന്താ കിട്ടിയത്? മെഷീനറിയാണ് ടേക്ക് ആസ്പെക്റ്റ്. നമ്മൾ എന്താ കൊടുത്തത്? ക്യാഷ്. അപ്പം മെഷീനറീനെ ഡെബിറ്റ് ചെയ്ത് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. അടുത്താണ് പർച്ചേസ് മെഷീനറി ഫ്രം റാം ഓൺ ക്രെഡിറ്റ്. കടമായിട്ട് റാമിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ മെഷീനറി വാങ്ങിച്ചു. അപ്പം നമുക്ക് കിട്ടിയത് മെഷീനറി തന്നെയാണ്. അപ്പം മെഷീനറീനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ആസ്പെക്റ്റ് റാമിന് കൊടുക്കും. കാരണം നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ടാണ്, ക്യാഷായിട്ട് കൊടുക്കാനുള്ള എമൗണ്ടാണ്. അത് കുറച്ച് നാൾ കഴിഞ്ഞേ കൊടുക്കുന്നുള്ളൂ. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞ് അത് കൊടുക്കുന്നത് വരെ നമ്മൾ ആ ഒരു എമൗണ്ട് കൊടുക്കാനുള്ളത് എന്ന രീതിയിൽ റാമിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഗീവ് ആസ്പെക്റ്റും ടേക്ക് ആസ്പെക്റ്റും നോക്കി ജേണൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഡിസ്കസ് ചെയ്ത ട്രാൻസാക്ഷൻസിൽ നമുക്ക് ഈ വരുന്ന ഐറ്റംസിനെയൊക്കെ 4 ഹെഡ്സിൽ തിരിക്കാം. എന്തൊക്കെയാണ്? അസറ്റ്സ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്. ഓക്കെ, ഫസ്റ്റ് അസറ്റ്സ് എന്നാൽ ആസ്തി. ഇപ്പം നമ്മുടെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്, സ്ഥലം, പഠിക്കുന്ന ബുക്ക്, ഈ വീഡിയോ കാണുന്ന ഫോണ്, ഇതെല്ലാം നമ്മുടെ ആസ്തികളാണ്. നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, കുറച്ചധികം നാൾ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അസറ്റ്സ്. ഓക്കെ, ഇപ്പം നമ്മുടെ ബിസിനസ്സിൻ്റെ എക്സാമ്പിൾ, ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന മെഷീൻസ്, അല്ലെങ്കിൽ ബിസിനസ് ഉപയോഗിക്കുന്ന ക്യാഷ്, ഫർണിച്ചർ, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ബിൽഡിങ്, ബിസിനസ് ഇരിക്കുന്ന ആ ഒരു സ്ഥലം, ലാൻഡ്, അതെല്ലാം ബിസിനസ്സിൻ്റെ അസറ്റ്സാണ്. ഓക്കെ, അടുത്തത് ലയബിലിറ്റി. ഫ്യൂച്ചറിൽ തിരിച്ചു കൊടുക്കാനുള്ളതാണ് ലയബിലിറ്റി അഥവാ ബാധ്യത. നമ്മൾ റാമിൽ നിന്ന് പർച്ചേസ് മെഷീനറി ഫ്രം റാം, കടമായിട്ട് റാമിൽ നിന്ന് മെഷീനറി വാങ്ങിച്ചപ്പോൾ റാം നമുക്കൊരു ബാധ്യതയായി. ഓക്കെ, മറ്റൊരു ലയബിലിറ്റിയാണ് ക്യാപിറ്റൽ. ബിസിനസ് അതിൻ്റെ ഓണർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യതകളാണ്. ഓക്കെ, അപ്പോൾ ഈ ബാധ്യതകളൊക്കെയാണ് ലയബിലിറ്റി എന്ന് പറയുന്ന ഹെഡ് വരുന്നത്. ഓക്കെ, അടുത്തതാണ് ഇൻകം. ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാനം. ഇപ്പം നമ്മുടെ വീട്ടിലെ കേസാണ്, വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും കിട്ടുന്ന സാലറി, അതുപോലെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വാടക, ഇപ്പം കടയൊക്കെ ആണെങ്കിൽ വിൽപ്പന, സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന ആ ഒരു എമൗണ്ട്, അതൊക്കെയാണ് നമ്മുടെ ഇൻകം. എന്തൊക്കെയാണ് ഇൻകം? റെൻറ്റ് റിസീവ്ഡ്, സെയിൽസ്, കമ്മീഷൻ റിസീവ്ഡ്, ഇതൊക്കെയാണ് ഇൻകം. അടുത്തതാണ് എക്സ്പെൻസ്, നമ്മുടെ ചിലവുകൾ, കറണ്ട് ബില്ല്, അല്ലെങ്കിൽ എംപ്ലോയീസിന് കൊടുക്കാനുള്ള സാലറി, ഇതൊക്കെയാണ്. ടാക്സ്, ഗവൺമെൻറ്റിന് അടയ്ക്കാനുള്ള ടാക്സ്, ഇൻട്രസ്റ്റ്, പർച്ചേസ്, സാധനങ്ങൾ വാങ്ങുന്നത്, ഇതൊക്കെ നമ്മുടെ ചിലവുകളാണ്. ഒരു ട്രാൻസാക്ഷൻസിൽ
ഇവയിൽ ഏതെങ്കിലുമൊക്കെ ഐറ്റംസ് വരും. ഓക്കെ, ഒന്നെങ്കിൽ അസറ്റ് വരും, ലയബിലിറ്റി വരും, ഇൻകം വരും, എക്സ്പെൻസ് വരും. ഇവയുടെ കോമ്പിനേഷൻസും വരാം കേട്ടോ. അസറ്റ്സും ലയബിലിറ്റിയും കൂടെ ഒരുമിച്ച് വരാം, അസറ്റും ഇൻകവും കൂടെ ഒരുമിച്ച് വരാം, എക്സ്പെൻസും അസറ്റും കൂടെ വരാം. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ കാണുമ്പോൾ ഇതിൽ ഏത് ഐറ്റമാണ് എന്ന് കണ്ടുപിടിക്കണം. ഇപ്പം പർച്ചേസ് മെഷീനറി ആണെങ്കിൽ ഏതൊക്കെ ഐറ്റംസ് ആണ് അവിടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? മെഷീനറിയും ക്യാഷും രണ്ടും അസറ്റ്സ് ആണ്. അപ്പം അതുപോലെ ഓരോ ട്രാൻസാക്ഷനിലും ഏതൊക്കെ ഐറ്റംസ് ആണ് അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ റൂൾ അപ്ലൈ ചെയ്താൽ ജേണൽ എൻട്രി റെഡി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക ഇതിൽ ഏത് ഐറ്റമാണ്. ഐറ്റം ഐഡൻറ്റിഫൈ ചെയ്താൽ ഇനി നമുക്ക് റൂൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് റൂളാണ് എയ്ഡ്, AID. എയ്ഡ് എന്ന് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എയ്ഡ്സ് ഒരു രോഗമാണ്, അല്ലെങ്കിൽ എയ്ഡ് സഹായം, ആ രീതിയിലൊക്കെ എയ്ഡ് പരിചയമുള്ള പേരാണ്. എന്താണ് എയ്ഡിൻ്റെ ഫുൾ ഫോം? അക്കൗണ്ടിങ് റൂളിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അസറ്റ് ഇൻക്രീസ് ഡെബിറ്റ്. അസറ്റുകൾ കൂടിയാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. എക്സാമ്പിൾ, മെഷീനറി വാങ്ങിയപ്പോൾ മെഷീനറി കൂടി, മെഷീനറി കൂടിയതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. കാശ് കൊടുത്താണ് മെഷീനറി വാങ്ങിച്ചത്, അപ്പം നമ്മുടെ ക്യാഷ് കുറഞ്ഞു, അപ്പം അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ്. അപ്പം ഒരു പോയിൻ്റ് ഓർത്ത് വെച്ചാൽ മതി, അതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ആണെന്ന് അറിയാമല്ലോ. അസറ്റ് ഇൻക്രീസ് ഡെബിറ്റ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂള്. സെക്കൻഡ് റൂള് EID, എക്സ്പെൻസ് ഇൻക്രീസ് ഡെബിറ്റ്. എക്സ്പെൻസുകൾ ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് വരും. അടുത്തതാണ് LIC, ലയബിലിറ്റി ഇൻക്രീസ് ക്രെഡിറ്റ്. ലയബിലിറ്റി കൂടിയാൽ ക്രെഡിറ്റ്. അടുത്താണ് IIC, ഇൻകം ഇൻക്രീസ് ക്രെഡിറ്റ്. ഇൻകം കൂടിയാൽ ക്രെഡിറ്റ്. ഓക്കെ, അസറ്റും എക്സ്പെൻസും കൂടിയാൽ ഡെബിറ്റ്, ലയബിലിറ്റിയും ഇൻകവും കൂടിയാൽ ക്രെഡിറ്റ്. നമുക്കിതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത അതേ എക്സാമ്പിൾസ് വെച്ച് ഈ ഒരു റൂളിൻ്റെ ബേസിൽ നമുക്ക് ജേണൽ എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, പെയ്ഡ് ഇലക്ട്രിസിറ്റി ബിൽ. ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുമ്പം 2 ഐറ്റംസ് ആണുള്ളത്. ഇലക്ട്രിസിറ്റി ബില്ലെന്ന് പറഞ്ഞ എക്സ്പെൻസും ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റും. ഓക്കെ, അപ്പം ഇലക്ട്രിസിറ്റി ബിൽ ആ ഒരു എക്സ്പെൻസ് എന്ത് ചെയ്തു? കൂടി, നമുക്കത് അടയ്ക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്തു. 10,000 ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്തു. ക്രെഡിറ്റ് എന്താണ്? ക്യാഷിന് കൊടുത്തു, കാരണം നമ്മുടെ അസറ്റ് കുറഞ്ഞു. അടുത്ത എക്സാമ്പിളാണ് റിസീവ്ഡ് റെൻറ്റ് ഇൻ ക്യാഷ് ₹5,000. നമുക്ക് റെൻറ്റ് കിട്ടി, ഇൻകം കൂടി. ഇൻകം കൂടിയാൽ ക്രെഡിറ്റ്, ഇൻക്രീസ് ഇൻ ഇൻകം ക്രെഡിറ്റ്. അസറ്റ് ക്യാഷാണ് കിട്ടിയത്, അസറ്റ് കൂടി, ക്യാഷ് കൂടിയാൽ അതും ഡെബിറ്റ്. ഓക്കെ, അടുത്തതാണ് പർച്ചേസ് മെഷീനറി ഇൻ ക്യാഷ്. മെഷീനറി അസറ്റാണ്, ക്യാഷും അസറ്റാണ്. മെഷീനറി കൂടി, മെഷീനറി എന്ന് പറയുന്ന അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ്, ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കുറഞ്ഞു, അപ്പോൾ ക്യാഷിന് ക്രെഡിറ്റ്. അടുത്തത് പർച്ചേസ് മെഷീനറി ഫ്രം റാം ഓൺ ക്രെഡിറ്റ് 1 lakh. റാമിൻ്റെ അടുത്തുനിന്ന് കടമായിട്ട് മെഷീനറി വാങ്ങിച്ചു, അപ്പോൾ അവിടെ അസറ്റും വരുന്നുണ്ട്, ലയബിലിറ്റിയും വരുന്നുണ്ട്. അസറ്റ് മെഷീനറി, ലയബിലിറ്റി റാം. അസറ്റ് കൂടിയാൽ ഡെബിറ്റ് മെഷീനറി, ലയബിലിറ്റി കൂടിയാൽ ക്രെഡിറ്റ്, അപ്പോൾ റാമിന് ക്രെഡിറ്റ്. നമുക്കൊരു ജേണൽ എൻട്രി ഇങ്ങനെയാണ് ഇതിന് എഴുതുന്നത്. ഫസ്റ്റ്, പെയ്ഡ് ഇലക്ട്രിസിറ്റി ബിൽ. ഇലക്ട്രിസിറ്റി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. 2 പോയിൻ്റ് ഓഫ് വ്യൂവിലും ചിന്തിക്കാം. ഒന്ന്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ ഒരു സർവീസാണ്, അപ്പോൾ ഇങ്ങോട്ട് കിട്ടിയതിന് ഡെബിറ്റ് ചെയ്യും. എന്തായാലും ഇലക്ട്രിസിറ്റി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ക്യാഷ് ഒരു അസറ്റാണ്, ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്തത് വഴി നമ്മുടെ ക്യാഷ് കുറഞ്ഞു, അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ്. അപ്പോൾ ഇതാണ് ജേണൽ എൻട്രി എഴുതുന്നത് ഇങ്ങനെയാണ്. ജേണലിൻ്റെ ഫോർമാറ്റ് നോക്കി വെക്കുക. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് എന്നും പറഞ്ഞാണ് അതിൻ്റെ ഫോർമാറ്റ് കോളം വരയ്ക്കേണ്ടത്. എന്നിട്ട് ഓരോ ട്രാൻസാക്ഷനും ഇങ്ങനെ എഴുതുക. രണ്ടാമത്തെയാണ് റെൻറ്റ് റിസീവ്ഡ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെൻറ്റ് റിസീവ്ഡ്. അടുത്തത് പർച്ചേസ് മെഷീനറി ഓൺ ക്യാഷ്. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അടുത്തത് പർച്ചേസ് മെഷീനറി ഫ്രം റാം ഓൺ ക്രെഡിറ്റ്. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു റാം. ഓക്കെ.